ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളോട് സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഒരു 4 ആഴ്ച മുന്നേ ഷൂട്ട് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചതാണ്. അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇത്ര ലേറ്റ് ആയത്. ഇതിപ്പോൾ നമ്മുടെ ഈ ടൗൺഷിപ്പിൽ വെച്ചിട്ട് ഒരു മേള നടത്തിയിട്ടുണ്ടായിരുന്നു. ഫൺ മേള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പം അതിനായിട്ട് പോകാൻ ഞങ്ങളിങ്ങനെ റെഡിയായിട്ട് ഇറങ്ങുന്ന ഒരു വീഡിയോ ആണ്. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ വൈകുന്നേരം കേട്ടോ, രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത്. കാരണം അത് 6 മണിയായപ്പോഴാണ് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പിന്നെ പ്രെയറും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പം ഭക്ഷണം കുറേശ്ശെ കഴിച്ചു, ബാക്കി അവിടെ ചെന്നിട്ട് കഴിക്കാൻ അങ്ങനെ ഒരു പ്ലാനായിരുന്നു മനസ്സിൽ. അപ്പോൾ ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് പ്രോഗ്രാം നടത്തിയത്. അപ്പം വായു, നമുക്ക് ഒരുമിച്ച് പോയി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഉള്ളൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അത്. നമ്മൾ ഏകദേശം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തോട്ട് എത്താറായി. ഇവിടെ വെച്ചിട്ട്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേയും പിന്നെ ഇവിടുത്തെ ലേഡീസ് ക്ലബിൻ്റെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്രോഗ്രാം ലേഡീസ് ക്ലബിൻ്റെ വകയായിട്ട് നടത്തിയൊരു പ്രോഗ്രാമാണ്. അപ്പം ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഐറ്റംസ് അങ്ങനെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ കളിക്കാൻ പാകത്തിനുള്ള കുറച്ച് ഒരു ഭാഗത്ത് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നെ എല്ലാവരും അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ പേരൊക്കെ ആണെങ്കിൽ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം ഒരു 6 മണിയായപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയത് 8 മണി ആയപ്പോഴത്തേക്കുമാണ്. അപ്പം ആ തുടങ്ങിയ സമയത്തൊക്കെ പോയവരൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരും വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തി. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ചാനലിൻ്റെ പേര്, അതായത് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന പേര്, അതായത് SJ സുസാക്കു എന്ന ആ ഒരു പേരിലോട്ട് തന്നെ വീണ്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. കാരണം ആ ഒരു പേര് യുണിക്കാണ്, ആദ്യം ആർക്കും ഇല്ലാത്തൊരു നെയിമാണ് അത്, SJ സുസാക്കു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ യൂട്യൂബ് കയറി അടിച്ച് നോക്കിയാൽ
ഡയറക്റ്റ് നമ്മുടെ ചാനലിലോട്ട് അങ്ങനെ കയറാൻ പറ്റും. മറ്റേ 2 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമൺ നെയിമാണ്. 2, 3 ചാനലുകാർക്ക് ആ സെയിം പേരുണ്ട്. അപ്പം അത് ഇപ്പോൾ എൻ്റെ ചാനൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് യൂട്യൂബ് തന്നെ നമുക്കൊരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ തന്നെ തുടങ്ങുക, അതായത് SJ സുസാക്കു എന്ന ഒരു ചാനലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും നമ്മുടെ ആദ്യത്തെ പേര് തന്നെ ഇട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടും വണ്ടി ഉള്ളത് കൊണ്ടും നമ്മളൊരു ഒതുങ്ങിയ സ്ഥലം നോക്കി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിതാ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ വളരെ കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ, ലേറ്റായി ഓൾറെഡി. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഓടി വന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം കുട്ടികൾക്കാണ് മെയിനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് അപ്ലോഡ് ചെയ്യാത്തത് വീഡിയോ? കാരണം അവരെല്ലാം ഈ വീഡിയോയിലുണ്ട്. സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് കുറേ പേര് ഈ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ പിള്ളേരെപ്പോഴും പറയും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് എന്താണ് എന്നൊക്കെ. അതിപ്പം ഞാൻ ഇത്രയും ലേറ്റ് ആകുമെന്ന് അവർ വിചാരിച്ചില്ല. കാരണം എൻ്റെ വീഡിയോസൊക്കെ അവർ വാച്ച് ചെയ്യുന്നതാണ്. അപ്പം അവർ ഇതിനകത്ത് ഉണ്ടെന്നും കൂടെ അവർക്കൊരു ആകാംക്ഷയാണല്ലോ. ഇതൊക്കെ സ്റ്റുഡൻസാണ് കേട്ടോ. അപ്പം സെറായുടെ ഹെയർ ബാൻഡ് അവർ കളിച്ചപ്പം ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി. അതിൻ്റെ വിഷമത്തിലാണ് അവളവിടെ അങ്ങനെ നിന്നത്. ഈ കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ, എന്താണ് അപ്ലോഡ് ചെയ്യാത്തത് വീഡിയോ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. എന്നാലും ഞാൻ അവരുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണെന്ന്. അങ്ങനെ നല്ല മിടുക്കൽ കുട്ടികളാണ് കേട്ടോ, നന്നായിട്ട് പഠിക്കും, നല്ല റെസ്പെക്റ്റൊക്കെ ഉള്ള കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള മക്കളാണ്. അപ്പം സ്റ്റേജിലും ആർക്ക് വേണേലും പോയി പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഡാൻസ് ആണെങ്കിൽ പാട്ട് പാടാൻ അങ്ങനെയൊക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടെ. അപ്പം ഇതൊക്കെയാണ് ഫുഡ് സ്റ്റോള്. പിന്നെ ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില എന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമാണ് കേട്ടോ. സാരിക്കൊക്കെ അതായത് നമ്മുടെ ഓരോ സാരിയുടെ വില ചോദിച്ചപ്പം 6000 രൂപയ്ക്കാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഇതും സ്റ്റുഡൻസാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് 12th സ്റ്റുഡൻസാണ്. സെറായുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ച് വെച്ചിട്ട് കളിക്കാനായിട്ട് കളിസ്ഥലത്ത് പോയി എൻജോയ് ചെയ്യാമെന്ന്. അവർ സമ്മതിച്ചില്ല കേട്ടോ. ജെയ്ഡന് ഈ ഒരു സ്ഥലത്തും കയറിയിരുന്നു. സെറ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്തും കയറി കളിക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ പറഞ്ഞ ടൈമിങ്ങിൽ അത്രയും നേരം കളിച്ചു. ഏതായാലും കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ സമയത്ത് ഫുഡ് സ്റ്റോളിൽ ഓൾമോസ്റ്റ് എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറയ്ക്ക് ഗോപി മഞ്ചൂരിയൻ ആയിരുന്നു വേണ്ടത്. അതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും ഈ ഒരു കാര്യത്തിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭക്ഷണം കിട്ടിയില്ലോ എന്നോർത്ത്, അതായത് ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം സെറായിക്കുണ്ടായിരുന്നു കേട്ടോ. ജെയ്ഡന് അറിയാലോ, വണ്ടിയോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ജെയ്ഡനെ വണ്ടിയെ കയറ്റി ഇരുത്തി പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. സെറ അപ്പുറത്തും ഇതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും പിള്ളേർക്കാണ് ഒരു എന്നാ പറയണ്ടേ, ചേഞ്ച് എന്ന നിലയിൽ ഇതൊക്കെ ഒരു രസം. നമ്മളിങ്ങനെ കണ്ടു നിന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള സ്റ്റോളുകളെല്ലാം ജസ്റ്റ് പോയി കണ്ടു. പിന്നെ അറിയാവുന്നവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സമയം കഴിച്ചു കൂട്ടിയത്.
ഐറ്റംസൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു കട മാത്രമായിരുന്നു. പിന്നെ അവിടുന്ന് അവർക്ക് ചോക്ലേറ്റൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെ ഈ ഒരു കേക്ക് അതിങ്ങനെ ചോക്ലേറ്റ് ലൈനിക്കകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഏതായാലും ഒരു പീസിന് 50 രൂപയായിരുന്നു. 2 പേർക്കും ഓരോ പീസ് വെച്ച് മേടിച്ചു കൊടുത്തു. അത് അവർ സന്തോഷത്തോടെ കഴിച്ചു കേട്ടോ. ഇങ്ങനെ ഈ സാരി വിൽക്കുന്നവരൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ളവരും പിന്നെ പുറത്ത് താമസിക്കുന്നവരൊക്കെയാണ് കേട്ടോ. അവരോരോ സ്റ്റോളുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ വിൽക്കുന്നു. ആവശ്യമുള്ളവർ മേടിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങളിതാ ഈ ഒരു ഭാഗത്തോട്ട് എത്തി കേട്ടോ. ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കാമെന്ന് വെച്ചു. ഇവിടെ വന്നേച്ചിട്ടും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സിനൊരു തോന്നൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ. 50 രൂപ പോയി കിട്ടി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് നടന്നൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ചു പോന്നു കേട്ടോ. അപ്പം വേണ്ട വണ്ടിയിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ വരികയാണ്. ഏതായാലും എൻജോയ് ചെയ്തു. രാത്രി സമയമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഇച്ചിരി നേരം കാറ്റൊക്കെ കൊണ്ട് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.